السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. അകിടൊട്ടുന്ന നികുതി. കിസ്റ ചക്രവർത്തി വേട്ടയ്ക്കു പോയി. പടയാളികളും പരിവാരവും ഉണ്ടായിരുന്നു കൂടെ. കാട്ടിൽ ചക്രവർത്തി ഒറ്റപ്പെട്ടു. മാനം കറുത്തു. പേമാരി തുടങ്ങി. അദ്ദേഹം കണ്ട കൊച്ചു വീട്ടിൽ കയറി ചെന്നു. അവിടെ ഒരു കിഴവിയുണ്ട്. കുതിരയെ മുറ്റത്തു കെട്ടി. മഴ തോർന്നത് രാത്രിയാണ്. അതിനാൽ അന്നവിടെ താമസിച്ചു. ചക്രവർത്തി ചെന്ന ശേഷം ഒരു യുവസുന്ദരി ഒരു പശുവുമായി വന്നു. നല്ലൊരു പശു. അവൾ അതിനെ കറക്കാൻ തുടങ്ങി. എത്ര കറന്നിട്ടും തീരുന്നില്ല. രാജാവ് അത്ഭുതപ്പെട്ടു. ഈ പശുവിന് നികുതി ചുമത്താൻ ചക്രവർത്തി തീരുമാനിച്ചു. അതോടെ പാൽ നിന്നുപോയി. പിന്നെ കറന്നപ്പോൾ ഒരു തുള്ളി പോലും പാല് ലഭിക്കുന്നില്ല. അവൾ വൃദ്ധയോട് സങ്കടം പറഞ്ഞു. വൃദ്ധ അവളെ പലതും പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. ചക്രവർത്തി എന്തോ നിയമം കൊണ്ടുവരാൻ പോകുന്നുവെന്ന് തോന്നുന്നു. അതാവാം പാല് കിട്ടാത്തതെന്ന് അവൾ പറഞ്ഞപ്പോൾ ചക്രവർത്തി അത്ഭുതപ്പെട്ടു. പശുക്കൾക്ക് നികുതി ചുമത്തുകയില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിന്നെ കറന്നപ്പോൾ പാൽ സുലഭമായി ലഭിച്ചു. യുവതി പറഞ്ഞു, മാതാവേ, ചക്രവർത്തിയുടെ മനസ്സ് മാറിയേക്കാം. പാൽ കിട്ടുന്നുണ്ട്. പിറ്റേന്ന് ചക്രവർത്തിയെ തിരഞ്ഞു സൈന്യം ആ കൊച്ചു വീട്ടിലെത്തിയപ്പോൾ മാത്രമാണത് ചക്രവർത്തിയാണെന്ന് വീട്ടുകാരറിഞ്ഞത്. ചക്രവർത്തി പോകുമ്പോൾ ആ കിഴവിയെയും മകളെയും രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവരെ യഥോചിതം രാജധാനിയിൽ സൽക്കരിച്ചു. എന്നിട്ട് ചക്രവർത്തി ചോദിച്ചു, ഞാൻ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ നിങ്ങൾക്കെങ്ങനെ അറിഞ്ഞു? അവർ പറഞ്ഞു, ഞങ്ങൾ നല്ല വഴി സ്വീകരിക്കുമ്പോഴെല്ലാം ഐശ്വര്യവും ക്ഷേമവും ലഭിക്കാറുണ്ട്. ചീത്ത വഴി സ്വീകരിച്ചാൽ ദാരിദ്ര്യവും പട്ടിണിയും വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഊഹിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.